മാഡി ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.madi.com പോയിട്ട് സൈനപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാഡിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത എല്ലാ റീൽസും മാഡിയിൽ കാണാൻ പറ്റും. വൺസ് നിങ്ങൾ ഏത് റീലാണോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റീലിൻ്റെ കണക്ഷൻ ബട്ടൺ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പല ടൈപ്പിലുള്ള മെസ്സേജസ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടെക്സ്റ്റ് മെസ്സേജ്, ടെംപ്ലേറ്റ് മെസ്സേജ്, ഓഡിയോ മെസ്സേജ്, വീഡിയോ മെസ്സേജ്, കാരസൽ. നിങ്ങൾക്ക് ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് യൂസ് ചെയ്യാം. ടെംപ്ലേറ്റ് മെസ്സേജ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോവേഴ്സിന് എന്തെങ്കിലും ലിങ്കൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓട്ടോമേഷന് റീപ്ലൈ ആയിട്ട് ഓഡിയോ ആണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഓഡിയോ മെസ്സേജ് സെറ്റപ്പ് ചെയ്യാം. വീഡിയോ ആണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ വീഡിയോ മെസ്സേജ് സെറ്റപ്പ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങളുടെ ഫോളോവേഴ്സിന് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരസൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ടെക്സ്റ്റ് മെസ്സേജാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് മെസ്സേജിൽ എന്താണോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മാക്സിമം 1000 ക്യാരക്ടേഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ ഓട്ടോമേഷൻ ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ട്രിഗറാണ് കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ട്രിഗറിലേക്ക് പോകും. ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ജോബ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം, ഇമോജി കമൻറ്റ് ചെയ്യാം. അങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കീവേഡ്സ് കമൻറ്റ് ചെയ്താൽ മാത്രമേ ആ ഓട്ടോമേഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. മറിച്ചിട്ട് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്താലേ ഓട്ടോമേഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ എന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടില്ലേ, സെൻഡ് ഓൺലി ഫോർ ഫോളോവേഴ്സ്, അത് ഓപ്പൺ ചെയ്ത് വെക്കാം, ആക്ടിവേറ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് കീവേഡാണോ സെറ്റ് ചെയ്യേണ്ടത് അതിവിടെ നമുക്ക് കൊടുക്കാം. ഹായ് ആണോ, ഹലോ, ഇങ്ങനെ മൾട്ടിപ്പിൾ കീവേഡ് കൊടുക്കാം. ഇനി അതല്ല, എന്ത് കീവേഡും നിങ്ങളുടെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിഗർ ടൈപ്പിൽ പോയിട്ട് ഓൾ കമൻറ്റ്സ് ജസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടാൽ മതി. അതിനുശേഷം സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കമൻറ്റിന് റീപ്ലൈ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓട്ടോ കമൻറ്റ് ഓണാക്കിയതിന് ശേഷം എന്ത് കമൻറ്റാണോ യൂസേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോളോവേഴ്സ് കമൻറ്റ് ചെയ്യുമ്പം റീപ്ലൈ ആയിട്ട് പോകേണ്ടത് അത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ താങ്ക് യു എന്നാണ് കമൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ആരൊക്കെ നിങ്ങളുടെ റീലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്കെല്ലാവർക്കും റീപ്ലൈ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് റീപ്ലൈ ആയിട്ട് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകും. ഞാനിപ്പോൾ കറൻ്റ് സെറ്റപ്പ് ചെയ്യുന്നില്ല. ഇനി സേവ് ഓൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കും, സേവ് ആസ് ടെംപ്ലേറ്റ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. നിങ്ങൾ ഈ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് നിങ്ങളുടെ മൾട്ടിപ്പിൾ റീൽസിന് യൂസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സേവ് ചെയ്യുന്നില്ല. സേവ് സെറ്റിങ്സ്. ഇനി ഏതൊരു വ്യൂവർ വന്നിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പെർട്ടിക്കുലർ റീലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫോർമേഷനോ അല്ലെങ്കിൽ ലിങ്കോ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ.